നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം. ദ ഹിന്ദുവിലെ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മറുപടി പറഞ്ഞേക്കും. ADGP വിഷയത്തിലും മറുപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷ. 11 മണിക്കാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുക. ADGP MR അജിത് കുമാറിന് ഇന്ന് നിർണായക ദിനം. PV അൻവർ ഉന്നയിച്ചതടക്കം അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ DGP ഇന്ന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണ കാര്യത്തിലും തീരുമാനമുണ്ടാകും. 2 അന്വേഷണങ്ങൾക്കാണ് സാധ്യത. തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിക്കും. നാളെ നിയമസഭ ചേരും മുൻപ് ADGPയെ മാറ്റാനാണ് സർക്കാർ നീക്കം. RSS ദേശീയ നേതാക്കളുമായി മാത്രമല്ല സംസ്ഥാന നേതാക്കളുമായും ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി. വത്സൻ തില്ലങ്കേരിയുമായി ഓഗസ്റ്റ് 4-ന് വയനാട്ടിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ചയെന്നാണ് സൂചന. ഇന്റലിജൻസ് ഇത് സംബന്ധിച്ച വിവരം DGPക്ക് കൈമാറി. CPM നേതൃത്വത്തിനും കൂടിക്കാഴ്ച സംബന്ധിച്ച വിവരം ലഭിച്ചിട്ടുണ്ട്. കൂടിക്കാഴ്ച വത്സൻ തില്ലങ്കേരിയും നിഷേധിച്ചിട്ടില്ല. സാമൂഹ്യക്ഷേമൻ പെൻഷൻ നൽകാൻ പണമില്ലാത്ത സർക്കാരാണ് PR ഏജൻസിക്ക് പണം നൽകുന്നതെന്ന വി മുരളീധരൻ. കഴിഞ്ഞ 8 വർഷ കാലയളവിൽ ഇങ്ങനെ എത്ര തുക ചിലവഴിച്ചു എന്ന് വിശദമാക്കണം. കിങ്കരന്മാരെ കൊണ്ട് വിശദീകരിക്കാതെ മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയണം. ഭൂരിപക്ഷ സമുദായം മാർക്സിസ്റ്റ് പാർട്ടിയെ കൈവിട്ടു. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇത്തരം PR ഗിമ്മിക്കുകളെന്നും വി മുരളീധരൻ. ADGP വിവാദം തുടരുന്നതിനിടെ CPI നിർവാഹക സമിതി യോഗം ഇന്നലെ CPM നേതാക്കളുമായി ബിനോയ് വിശ്വം നടത്തിയ ചർച്ചയിലും അനുകൂല പ്രതികരണം ഉണ്ടായില്ല. നിർവാഹക സമിതിയിൽ മുഖം രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ബിനോയ് വിശ്വം ഇന്നലെ രാത്രി മുഖ്യമന്ത്രിയെയും MV ഗോവിന്ദനെയും കണ്ടത്. അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നതിൽ രൂക്ഷ വിമർശനം എക്സിക്യൂട്ടീവിൽ ഉയരും. ദ ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തെ തുടർന്നുണ്ടായ വിവാദവും ചർച്ച ചെയ്യും. വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കാതെ ബിനോയ് വിശ്വം. CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കാൻ ബിനോയ് വിശ്വം എത്തി. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് PR ഏജൻസിയെ ഉപയോഗിച്ചുവെന്ന വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു. PR ഏജൻസി പറഞ്ഞ പ്രകാരമാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ വാചകങ്ങൾ ഉൾപ്പെടുത്തിയതെന്ന് ദ ഹിന്ദു ദിനപത്രവും സൂചിപ്പിക്കുന്നു. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും CPM നേതൃത്വവും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇക്കാര്യം ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. മന്ത്രിമാറ്റ ചർച്ചയുമായി ബന്ധപ്പെട്ട് NCP നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. AK ശശീന്ദ്രനെ മാറ്റി തോമസ് K തോമസിന് മന്ത്രിയാക്കണമെന്ന കേന്ദ്രത്തിന്റെ നിലപാട് മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്ന് PC ചാക്കോ. NCP മന്ത്രിയെ പിൻവലിച്ചാൽ പകരം മന്ത്രിയെ അനുവദിക്കണോ എന്ന് മുന്നണി തീരുമാനിക്കുമെന്നാണ് നേരത്തെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത്. ഇന്നും അതേ നിലപാട് ആവർത്തിച്ചാൽ ശശീന്ദ്രനെ മാറ്റാനുള്ള ചാക്കോ വിഭാഗത്തിന്റെ നീക്കം പ്രതിസന്ധിയിലാകും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജികളിൽ സംസ്ഥാന സർക്കാരും പ്രത്യേക അന്വേഷണ സംഘവും ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ മറുപടി നൽകും. സീൽ വെച്ച കവറിലാണ് സർക്കാരിന്റെയും SITയുടെയും സത്യവാങ്മൂലം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിനെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നീളുന്നു. ഇടക്കാല ജാമ്യം ലഭിച്ച സിദ്ദീഖ് അഭിഭാഷകനുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. നോട്ടീസ് ലഭിക്കും മുൻപ് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ടെന്നും സൂചന. വിനോദ മേഖലയ്ക്കായി പുതിയ നിയമനിർമ്മാണത്തിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതിനായി വനിതാ കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. വിനോദ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാകും പുതിയ നിയമമെന്നും വനിതാ കമ്മീഷന്റെ പത്രികയിൽ പറയുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായാണ് നിയമനിർമ്മാണം. ലൈംഗികാതിക്രമങ്ങൾ ഒഴിവാക്കുന്നതിനും ലിംഗനീതി ഉറപ്പാക്കുന്നതിനും മുഖ്യ ലക്ഷ്യം ഇത് രണ്ടിനുമാണ്. സംഗീതം, സിനിമ, ടെലിവിഷൻ, നാടകം, സർക്കസ്, ഫാഷൻ എന്നിവ നിയമത്തിന്റെ പരിധിയിൽ വരും. നെഹ്റു ട്രോഫി വള്ളംകളി ഫലനിർണയത്തിലെ തർക്കത്തിൽ അപ്പീൽ ജൂറിയുടെ യോഗം ഇന്ന്. കളക്ടർ പങ്കെടുക്കുന്ന യോഗത്തിൽ പരാതി സാങ്കേതികമായി പരിശോധിക്കും. പരാതിക്കാരായ ക്ലബ്ബുകളെയും
ചുണ്ടൻ വള്ള സമിതിക്കാരെയും കേൾക്കുന്ന സമിതി വിധികർത്താക്കളെയും വിളിച്ചു വരുത്തും. ഫൈനലിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമിതി പരിശോധിക്കും. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ അനുമതി തേടി മകൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മൃതദേഹം പഠനാവശ്യത്തിനായി ഏറ്റെടുക്കാനുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ തീരുമാനം റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും ആശുപത്രി സൂപ്രണ്ടിനുമെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു കൊല്ലപ്പെട്ട കേസിൽ പ്രാരംഭവാദം ഇന്ന് ആരംഭിക്കും. പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ പ്രതികളായ 4 കേസുകളാണ് അഭിമന്യു വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 4 കേസുകളും ഒരുമിച്ച് വിചാരണ നടത്താനാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ തീരുമാനം. വിചാരണയ്ക്ക് മുന്നോടിയായുള്ള പ്രാരംഭവാദത്തിനാണ് ഇന്ന് തുടക്കമാകുക. 16 പ്രതികളാണ് 4 കേസുകളിലായി ഉള്ളത്. 2018 ജൂലൈ 2-നാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത്. കൂടുതൽ അന്തർദേശീയ വാർത്തകൾ. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. 6 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഒരു അമേരിക്കൻ പൗരനും. ഇതിനിടെ UN സെക്രട്ടറി ജനറലിന് ഇസ്രായേൽ വിലക്കേർപ്പെടുത്തി. അസ്വീകാര്യനായ നയതന്ത്രജ്ഞനായ ഗുട്ടറസ് രാജ്യത്ത് പ്രവേശിക്കരുതെന്നാണ് ഇസ്രായേൽ നിർദ്ദേശം. താൽക്കാലിക തൊഴിൽ വിസ കാലാവധി 3 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ സൗദി മന്ത്രിസഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് അംഗീകാരം നൽകിയത്. ഇതോടെ താൽക്കാലിക ജോലിക്കായി സൗദിയിൽ എത്തുന്നവർക്ക് 6 മാസം കാലാവധി ലഭിക്കും. ലണ്ടനിൽ സ്കൂളിന് സമീപം ആസിഡ് ആക്രമണത്തിൽ 14-കാരിക്ക് ഗുരുതര പരിക്ക്. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു കുട്ടി നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിലായി. ആക്രമണം തടയാൻ ശ്രമിച്ച സ്കൂൾ ജീവനക്കാരിക്കും പരിക്കേറ്റു. മുഖം മറച്ചെത്തി ആക്രമണം നടത്തിയ പ്രതി രക്ഷപ്പെട്ടു. ആക്രമണ കാരണം വ്യക്തമല്ല. കൂടുതൽ ദേശീയ വാർത്തകൾ. ഡൽഹിയിൽ ഡോക്ടറെ ആശുപത്രിക്കുള്ളിൽ വെടിവെച്ച് കൊന്നു. പരിക്കേറ്റ് ചികിത്സ തേടിയവരാണ് ആക്രമണം നടത്തിയത്. കാളിന്തി കുഞ്ചിയിലെ നിമ ആശുപത്രിയിലാണ് നടുക്കുന്ന സംഭവം നടന്നത്. മണിപ്പൂരിൽ 3 പേർ വെടിയേറ്റു മരിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഒരു പോലീസുകാരനും കൊല്ലപ്പെട്ടു. നാഗാ ഗോത്രങ്ങളിലെ 2 വിഭാഗങ്ങളിലുള്ള തർക്കമാണ് വെടിവയ്പിൽ എത്തിയത്. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 6 മണിക്ക് ശേഷം സ്ഥാനാർത്ഥികളുടെ ഇലക്ഷൻ ഏജന്റുമാരല്ലാതെ മറ്റു പാർട്ടി പ്രവർത്തകർ മണ്ഡലത്തിൽ തുടരാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടികൾ അവസാനഘട്ട ഒരുക്കത്തിലാണ്. കോൺഗ്രസ് മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ മുന്നിൽ നിർത്തുമ്പോൾ BJPയുടെ പ്രചാരണം ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ്. തിരികെ ന്യൂസ് ട്രെൻഡ്സിൽ എൽദോ തുടരും. നമസ്കാരം.